എഡ്യൂക്കേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഡിസംബർ 1-ാം തീയതിയിലെ PSC ബുള്ളറ്റിനിൽ നിന്നുമുള്ള കറണ്ട് അഫയേഴ്സാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ഓസ്ട്രേലിയയ്ക്ക്. ഫൈനലിൽ ഇന്ത്യയെയാണ് പരാജയപ്പെടുത്തിയത്. ഓസ്ട്രേലിയയുടെ 6ാം ലോകകപ്പ് കിരീടമാണ്. ഓസ്ട്രേലിയൻ താരം ട്രാവിസ് ഹെഡ് ഫൈനലിലെ താരമായും ഇന്ത്യൻ താരം വിരാട് കോഹ്ലി ടൂർണമെൻറ്റിൻ്റെ താരമായും തിരഞ്ഞെടുക്കപ്പെട്ടു. ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ഓസ്ട്രേലിയയ്ക്ക്. ഫൈനലിൽ ഇന്ത്യയാണ് പരാജയപ്പെടുത്തിയത്. ഓസ്ട്രേലിയയുടെ 6ാം ലോകകപ്പ് കിരീടമാണ്. ഓസ്ട്രേലിയൻ താരം ട്രാവിസ് ഹെഡാണ് ഫൈനലിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ത്യൻ താരം വിരാട് കോഹ്ലി ടൂർണമെൻറ്റിൻ്റെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടു. വിരാട് കോഹ്ലിയാണ് ടൂർണമെൻറ്റിൻ്റെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അബ്ദുറഹ്മാൻ സാഹിബ് മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെ അബ്ദുറഹ്മാൻ സാഹിബ് പുരസ്കാരം ഡോക്ടർ MN കാരശ്ശേരിക്ക്. ഡോക്ടർ MN കാരശ്ശേരിക്കാണ് അബ്ദുറഹ്മാൻ സാഹിബ് മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെ അബ്ദുറഹ്മാൻ സാഹിബ് പുരസ്കാരം. മുത്തൂറ്റ് മെർക്കൻറ്റൈൽ ലിമിറ്റഡിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി കരീന കപൂറിനെ തിരഞ്ഞെടുത്തു. മുത്തൂറ്റ് മെർക്കൻറ്റൈൽ ലിമിറ്റഡിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി കരീന കപൂറിനെയാണ് തിരഞ്ഞെടുത്തത്. അർജന്റീനിയൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ സാമ്പത്തിക വിദഗ്ധനും തീവ്ര വലതുപക്ഷക്കാരനുമായ ഹവിയർ മിലെ വിജയിച്ചു. അർജന്റീനിയൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ സാമ്പത്തിക വിദഗ്ധനും തീവ്ര വലതുപക്ഷക്കാരനുമായ ഹവിയർ മിലെയാണ് വിജയിച്ചത്. ഇന്ത്യൻ ചലച്ചിത്ര നിർമ്മാതാവ് ഏക്താ കപൂറിനും ഹാസ്യാവതാരകൻ വീർദാസിനും എമ്മി പുരസ്കാരം. ഇന്റർനാഷണൽ എമ്മി ഡയറക്ടേഴ്സ് പുരസ്കാരമാണ് ഏക്തയ്ക്ക് ലഭിച്ചത്. ഇന്റർനാഷണൽ എമ്മി ഫോർ കോമഡി പുരസ്കാരമാണ് വീർദാസിന് ലഭിച്ചത്. ഇന്ത്യൻ ചലച്ചിത്ര നിർമ്മാതാവ് ഏക്താ കപൂറിനും ഹാസ്യാവതാരകൻ വീർദാസിനുമാണ് എമ്മി പുരസ്കാരങ്ങൾ ലഭിച്ചത്. ഇന്റർനാഷണൽ എമ്മി ഡയറക്ടേഴ്സ് പുരസ്കാരമാണ് ഏക്തയ്ക്ക് ലഭിച്ചത്. ഇന്റർനാഷണൽ എമ്മി ഫോർ കോമഡി പുരസ്കാരമാണ് വീർദാസിന് ലഭിച്ചത്. പശ്ചിമ ബംഗാളിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നായകൻ സൗരവ് ഗാംഗുലി നിയമിതനായി. പശ്ചിമ ബംഗാളിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നായകൻ സൗരവ് ഗാംഗുലിയാണ് നിയമിതനായത്. ഇംഗ്ലണ്ടിനെതിരായ T20 ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ വനിതാ ടീമിനെ മലയാളിയായ മിന്നുമണി നയിക്കും. ഇംഗ്ലണ്ടിനെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ വനിതാ ടീമിനെ മലയാളിയായ മിന്നുമണിയാണ് നയിക്കുന്നത്. രാജ്യത്ത് ഉപഗ്രഹ ഇൻ്റർനെറ്റ് സേവനം നൽകാൻ ഭാരതി എയർടെല്ലിന് പങ്കാളിത്തമുള്ള വൺ വെബിന് കേന്ദ്ര ബഹിരാകാശ വകുപ്പിൻ്റെ അനുമതി ലഭിച്ചു. രാജ്യത്ത് ഉപഗ്രഹ ഇൻ്റർനെറ്റ് സേവനം നൽകാൻ ഭാരതി എയർടെല്ലിന് പങ്കാളിത്തമുള്ള വൺ വെബിനാണ് കേന്ദ്ര ബഹിരാകാശ വകുപ്പിൻ്റെ അനുമതി ലഭിച്ചത്. 28ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് പോളിഷ് സംവിധായകനും നിർമ്മാതാവും തിരക്കഥാകൃത്തുമായ ക്രിസ്റ്റോഫ് സനൂസിക്ക്. 10 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 28ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡാണ് പോളിഷ് സംവിധായകനും നിർമ്മാതാവും തിരക്കഥാകൃത്തുമായ ക്രിസ്റ്റോഫ് സനൂസിക്ക് ലഭിച്ചത്. 10 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം കെനിയൻ സംവിധായക വനൂരി കഹ്യുവിന്. 5 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം ലഭിച്ചത് കെനിയൻ സംവിധായക വനൂരി കഹ്യുവിനാണ്. മഹാകവി അക്കിത്തത്തിൻ്റെ സ്മരണയ്ക്കുള്ള തപസ്യ കലാസാഹിത്യവേദിയുടെ പുരസ്കാരം സാഹിത്യ നിരൂപകൻ പ്രൊഫസർ KP ശങ്കരന്. സാഹിത്യ നിരൂപകൻ പ്രൊഫസർ KP ശങ്കരനാണ് മഹാകവി അക്കിത്തത്തിൻ്റെ സ്മരണയ്ക്കുള്ള തപസ്യ കലാസാഹിത്യവേദിയുടെ പുരസ്കാരം. സാഹിത്യത്തിനുള്ള ഈ വർഷത്തെ JCB പുരസ്കാരം തമിഴ് എഴുത്തുകാരൻ പെരുമാൾ മുരുകന്. തമിഴ് പുസ്തകം ആലണ്ട പാച്ചിയുടെ ഇംഗ്ലീഷ് വിവർത്തനമായ ഫയർ ബേഡിനാണ് പുരസ്കാരം. സാഹിത്യത്തിനുള്ള ഈ വർഷത്തെ JCB പുരസ്കാരം തമിഴ് എഴുത്തുകാരൻ പെരുമാൾ മുരുകന്. തമിഴ് പുസ്തകം ആലണ്ട പാച്ചിയുടെ ഇംഗ്ലീഷ് വിവർത്തനമായ ഫയർ ബേഡിനാണ് പുരസ്കാരം. പ്രോഫിറ്റ് സോങ് എന്ന നോവലിൻ്റെ രചയിതാവായ ഐറിഷ് സാഹിത്യകാരൻ പോൾ ലിഞ്ചിന് ഈ വർഷത്തെ ബുക്കർ സമ്മാനം ലഭിച്ചത് പ്രോഫിറ്റ് സോങ് എന്ന നോവലിൻ്റെ രചയിതാവായ ഐറിഷ് സാഹിത്യകാരൻ പോൾ ലിഞ്ചിനാണ്. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജസ്റ്റിസും മലയാളിയുമായ ജസ്റ്റിസ് M ഫാത്തിമ ബീവി അന്തരിച്ചു. 96 വയസ്സായിരുന്നു. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജസ്റ്റിസും മലയാളിയുമായ ജസ്റ്റിസ് M ഫാത്തിമ ബീവി അന്തരിച്ചു. മലയാള സാഹിത്യത്തിലെ പ്രിയ എഴുത്തുകാരി
പി വത്സല അന്തരിച്ചു. 84 വയസ്സായിരുന്നു. കേരളീയ സംഗീത അക്കാദമി മുൻ അധ്യക്ഷയാണ്. വയനാട്ടിലെ ആദിവാസികളുടെ ജീവിതം ആസ്പദമാക്കി രചിച്ച നെല്ല് എന്ന നോവലിലൂടെയാണ് പ്രസിദ്ധിയായത്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, പത്മപ്രഭ പുരസ്കാരം, ലളിതാംബിക അന്തർജനം അവാർഡ് തുടങ്ങി ഒട്ടേറെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മലയാള സാഹിത്യത്തിലെ പ്രിയ എഴുത്തുകാരി പി വത്സല അന്തരിച്ചു. ആകാശവാണിയിലെ ആദ്യകാല ന്യൂസ് റീഡർ പി കെ തുളസിഭായ് അന്തരിച്ചു. 92 വയസ്സായിരുന്നു. ആകാശവാണിയിലെ ആദ്യകാല ന്യൂസ് റീഡർ പി കെ തുളസിഭായ് അന്തരിച്ചു. മുതിർന്ന CPM നേതാവും മുൻ പാർലമെൻറ്റ് അംഗവുമായ ബസുദേവ് ആചാര്യ അന്തരിച്ചു. 81 വയസ്സായിരുന്നു. മുതിർന്ന CPM നേതാവും മുൻ പാർലമെൻറ്റ് അംഗവുമായ ബസുദേവ് ആചാര്യ അന്തരിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനിയും CPMൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളുമായ N ശങ്കരയ്യ അന്തരിച്ചു. 101 വയസ്സായിരുന്നു. സ്വാതന്ത്ര്യ സമര സേനാനിയും CPMൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളുമായ N ശങ്കരയ്യ അന്തരിച്ചു. ശങ്കര നേത്രാലയ ആശുപത്രി സ്ഥാപകൻ S ബദ്രിനാഥ് അന്തരിച്ചു. 83 വയസ്സായിരുന്നു. പത്മശ്രീ, പത്മഭൂഷൺ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. ശങ്കര നേത്രാലയ ആശുപത്രി സ്ഥാപകൻ S ബദ്രിനാഥ് അന്തരിച്ചു. പ്രശസ്ത വയലിനിസ്റ്റും വയലിൻ അധ്യാപകനുമായ B ശശികുമാർ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരവും കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പും നേടിയിട്ടുണ്ട്. പ്രശസ്ത വയലിനിസ്റ്റും വയലിൻ അധ്യാപകനുമായ B ശശികുമാർ അന്തരിച്ചു. സിനിമ സീരിയൽ നടൻ വിനോദ് തോമസ് അന്തരിച്ചു. 45 വയസ്സായിരുന്നു. സിനിമ സീരിയൽ നടൻ വിനോദ് തോമസ് അന്തരിച്ചു. കേരള ലളിതകലാ അക്കാദമി മുൻ ചെയർമാനും കേന്ദ്ര ലളിതകലാ അക്കാദമി മുൻ സെക്രട്ടറിയും ഫൈൻ ആർട്സ് കോളേജ് പ്രഥമ പ്രിൻസിപ്പലുമായ ചിത്രകാരൻ പ്രൊഫസർ CL പൊറിഞ്ചുകുട്ടി അന്തരിച്ചു. കേരള ലളിതകലാ അക്കാദമി മുൻ ചെയർമാനും കേന്ദ്ര ലളിതകലാ അക്കാദമി മുൻ സെക്രട്ടറിയും ഫൈൻ ആർട്സ് കോളേജ് പ്രഥമ പ്രിൻസിപ്പലുമായ ചിത്രകാരൻ പ്രൊഫസർ CL പൊറിഞ്ചുകുട്ടി അന്തരിച്ചു. 91 വയസ്സായിരുന്നു. റിസർവ് ബാങ്ക് മുൻ ഗവർണറും കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയുമായിരുന്ന വെങ്കിട്ടരമണൻ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. റിസർവ് ബാങ്ക് മുൻ ഗവർണറും കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയുമായിരുന്ന വെങ്കിട്ടരമണൻ അന്തരിച്ചു. കൂടിയാട്ടം ആചാര്യൻ PK നാരായണൻ നമ്പ്യാർ അന്തരിച്ചു. 96 വയസ്സായിരുന്നു. ടാഗോർ രത്ന, കേന്ദ്ര സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് തുടങ്ങി ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. കൂടിയാട്ടം ആചാര്യൻ PK നാരായണൻ നമ്പ്യാർ അന്തരിച്ചു. ഇത്രയുമാണ് ഡിസംബർ 1 തീയതിയിലെ PSC ബുള്ളറ്റിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സ്. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.